CID രാമചന്ദ്രനിൽ എൻ്റെ ക്യാരക്ടർ ഒരു മിനിറ്റ് എന്തായിരുന്നു ഇത്രയും നേരം പറഞ്ഞു ഞാനെന്നെ എനിക്ക് കിട്ടിയ പനി ബ്രെയിൻ. ഒരു സമയത്ത് എന്താണ് 18 സിനിമകൾ വരെ ഒരു വർഷം ചെയ്തൊരു ടൈമുണ്ട് ഞാൻ. നമ്മളൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അടിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ലേ തിയേറ്ററിൽ, അപ്പം അതില്ല. ഇവരോട് ആരോടും ചോദിക്കുന്നത്, ഞാൻ നേരെ ഈ അപ്പായിച്ചൻ്റെ ഓട്ടോയിൽ ചെന്ന് കയറി. എൻ്റെ വിചാരം ഇത് നമ്മുടെ സ്വന്തം ഓട്ടോയാന്നുള്ളത്. ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞ അഭിപ്രായം എനിക്കും പറയാനുള്ളൂ. അതിനുമല്ലാതെ നമുക്ക് വേറൊരാളെ ആ ഭാഗത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ട് കരയാത്ത സിനിമ ഇല്ല. ഏത് സിനിമ കണ്ടാലും ഞാൻ കരഞ്ഞ് തകർന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അവരെത്തിയോ നോക്ക്, അവരെപ്പോൾ എത്തി 9 മണി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ആരെയും ദ്രോഹിക്കാനോ അങ്ങനെ ഒന്നും ഞാനിതുവരെ ശ്രമിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്ന ജോലിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് തന്നെ ആ ജോലി എനിക്ക് ജീവിക്കാനുള്ളത് തരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI തിയേറ്ററിലേക്ക് റിലീസാവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മളുടെ സ്വന്തം കലാഭവൻ ഷാജോൺ ചേട്ടൻ ആൻഡ് അനുമോൾ. ഹലോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുഖാണോ? പിന്നെ നല്ല സുഖം. എനിക്ക് ഇച്ചിരി പനിയുണ്ട്, കാരണം എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ക്ഷമിച്ചു വിട്ടേക്കണം. കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇന്ന് മറ്റേ ചൂട് AC-ലിരിക്കുന്നു, ചൂടിലേക്ക് അല്ലൂടെ ഒരുപാട് പേർക്കുണ്ട് പനിയുണ്ട്. കുറച്ച് മുമ്പ് വീണയുടെ ഇന്റർവ്യൂ, വീണയ്ക്ക് പനിയായിരുന്നു. ഒരുപാട് പേർക്ക് വന്ന സെറ്റ് ഞങ്ങൾ കോട്ടയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. MA നിഷാസാറിൻ്റെ ഒരു പടം. അപ്പോൾ അവിടെ ഒരുപാട് പേർക്കുണ്ട് കോവിഡും കാര്യങ്ങളും ഒക്കെ. കോവിഡ് പിന്നെയും വന്നു തുടങ്ങിയതാണ്. കോവിഡ് ഇപ്പോൾ ഇത് കോവിഡിനെ കുറിച്ചാണോ അതോ നമ്മുടെ CID രാമചന്ദ്രനെ കുറിച്ചാണോ? പെട്ടെന്ന് പറയാം. ഓക്കെ, ബാക്കി. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പനി ബ്രെയിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ഭയങ്കര ബുദ്ധിജീവി ആവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ പോട്ടെ. രാമചന്ദ്രൻ റിട്ടയർഡ് SI. ചിരിക്കല്ലേ? അപ്പം എന്താണ് വിശേഷങ്ങൾ? എന്താ നിങ്ങൾ തന്നെ പറഞ്ഞു, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പോവാം. എന്താണ് ക്യാരക്ടർ? എന്താണ് CID രാമചന്ദ്രനിൽ എൻ്റെ ക്യാരക്ടർ? ഒരു മിനിറ്റ് എന്തായിരുന്നു ഇത്രയും നേരം പറഞ്ഞു ഞാനെന്നെ എനിക്ക് കിട്ടിയ പനി ബ്രെയിൻ. ഞാൻ ഊർമിള. അതുപോലെ പറഞ്ഞു. എല്ലാവർക്കും പനി ബ്രെയിൻ കിട്ടി. CID രാമചന്ദ്രൻ റിട്ടയർഡ് SIയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഊർമിള എന്നാണ്. ഊർമിള ഈ സിനിമയിലെ ഒരു മേജർ ക്യാരക്ടറാണ്. ഫീമെയിൽ ലീഡ് ഞാനാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു അന്വേഷണ സിനിമയാണെന്ന് എന്തായാലും ടൈറ്റിൽ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ജോയിൻ ദി ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. അതെ. അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. കൂടുതൽ പറഞ്ഞാൽ എന്തെങ്കിലും പുറത്തു പോയി എനിക്ക് വേണ്ട. വളരെ ബോൾഡ് ആയിട്ടുള്ള തൻ്റെ അടുത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഊർമിള എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലി അറിയാലോ, ഒറ്റയ്ക്കൊരു സ്ത്രീ ഒരു വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് അവരെ കാണുക, എന്തൊക്കെ അപ്രോച്ചാണ്, എന്തൊക്കെ കഥകളാണ് ഉണ്ടാവുക എന്നൊക്കെ അറിയാലോ. അപ്പം അതെല്ലാമുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഊർമിള എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ചേട്ടൻ്റെ ക്യാരക്ടർ CID രാമേന്ദ്രൻ റിട്ടയർഡ് SI. ഈ രാമേന്ദ്രൻ ഞാനാണ്. അതെ, ഇന്നാനസ്. അതെ. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒരു ടൈറ്റിൽ റോളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗാണ്. ഹീറോ ആവുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ദൈവം അനുഗ്രഹിച്ചൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇതിനു മുമ്പും 1-2 സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതാണൊരു പക്കാ കൊമേഴ്സ്യൽ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണത്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വന്നൊരു ധൈര്യമാണ് ഈ ഒരു സിനിമ ചെയ്യണം എന്ന് ഒരാഗ്രഹം ഉണ്ടായത്. നമ്മുടെ ദൃശ്യത്തിന് ശേഷം ഒരുപാട് സിനിമകൾ സെൻട്രൽ ക്യാരക്ടർ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് നമ്മൾ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷനിലൊക്കെ കുറേ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ സംവിധായകനും റൈറ്ററുമായിട്ടുള്ള സനൂപ് വന്നതിൻ്റെ ഒരു 2 ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സനൂപിനോട് പറഞ്ഞു, സനൂപ് ഈ സിനിമ നമുക്ക് ചെയ്യണം കിട്ടുന്നത്. കാര്യം ഇതിൽ ആരെ കഴിഞ്ഞും എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ്. ഇത് റിട്ടയർഡ് ഒരു SI ആണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അദ്ദേഹം ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അദ്ദേഹം തുടങ്ങുന്നതും അദ്ദേഹം കേസ് അന്വേഷിക്കുന്നതാണ് കഥ. അത് ആ പേരിൽ തന്നെ ഉണ്ട്. എൻ്റെ ചാച്ചൻ പോലീസായിരുന്നു. അപ്പോൾ ചാച്ചൻ റിട്ടയർമെൻറ്റിന് ശേഷം ചാച്ചൻ്റെ ഒരു ഇമോഷനും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കഥ സനൂപ് ഒരു 2 ലൈനിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായി. ഇതിനകത്തൊരു സിനിമയുണ്ട്, ഇത് കണക്റ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം ഇപ്പം നമ്മൾ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് അവരവർക്ക് ഇഷ്ടപ്പെട്ട ജോലി വർഷങ്ങളോളം ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളൊരു വേദന ഒരുപക്ഷെ അവർക്കോ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർക്കോ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ബാക്കി അവരെ കണ്ടു നിൽക്കുന്ന അവരുടെ വീട്ടുകാർക്കോ അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും അത് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു SI ആയിരുന്നു. അദ്ദേഹം ഒരു 33 വർഷത്തിന് ശേഷം അദ്ദേഹം ആ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആ ജോലിയിലേക്ക് അദ്ദേഹം വീണ്ടും വേറൊരു രീതിയിൽ കൂടി തിരിച്ചു വരുന്നതും അതിലൂടെ അദ്ദേഹം അത്രയും നാളും പോലീസ് സർവീസിൽ നിന്ന് ചെയ്തതിനെ കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെയാണ് നമ്മുടെ ഈ സിനിമ പറയുന്നത്. അത് ഇതുവരെ പറയാത്ത രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ ഡയറക്ടർ അവിടെ പറയുന്നതായിട്ടായിരുന്നു, രാവിലെ കഥ പറഞ്ഞു, വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഷാജോൻ ചേട്ടൻ പറഞ്ഞു അടുത്ത 2 മാസത്തിനുള്ളിലുള്ള ഒരു ഡേറ്റും കൊടുത്തു. അപ്പം തന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ചേട്ടൻ സ്വന്തമായിട്ട് കാണാതെ അതങ്ങനെ കമ്മിറ്റ് ചെയ്യില്ലല്ലോ എന്നുള്ളൊരിത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, അതായത് സിനിമകൾക്ക് പൊതുവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പുള്ളി ചെയ്യുന്നത്, നമ്മൾ ആളുകളെ പുള്ളി ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ ആയിരിക്കണം. അപ്പം നിങ്ങൾ ആസ് എൻ ആക്ടർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അങ്ങനെ പുള്ളി ചെയ്യാനുള്ള മെയിൻ ഫാക്ടർ എന്തായിരിക്കും ഓഡിയൻസിനെ? ഈ സിനിമയുടെ ഒരു ജേണി തന്നെയായിരിക്കും. ഇതിൻ്റെ കഥ പോകുന്നതും ആ കഥയുടെ ഒപ്പം കാണുന്ന ഒരു ഓഡിയനും ട്രാവൽ ചെയ്യുന്നത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇയാൾ ആദ്യം പറഞ്ഞോളൂ, ആദ്യം നമുക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. നമ്മളാണിത് ആദ്യം കേൾക്കുന്നത്, നമ്മളാണിത് ഈ ജോലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് കണക്റ്റ് ആവുന്നുണ്ടോ, നമുക്കിത് ഇമോഷണലി എവിടെയെങ്കിലും നമുക്ക് ടച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത്. അത് ഏത് വില്ലൻ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും, അതല്ല ഹ്യൂമർ സിനിമയാണെന്നുണ്ടെങ്കിലും, ഏത് ടൈപ്പ് സിനിമയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മളിത് ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കും. അതല്ലാത്ത സിനിമകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്കൊന്ന് കണക്റ്റ് ആവുന്നതായിരിക്കും, ഏതെങ്കിലും രീതിയിൽ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവും. അത് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ. അവർക്ക് കണക്റ്റ് ആവുക, അതായത് ഹ്യൂമർ രീതിയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമോഷനിൽ നോക്കുകയാണെങ്കിലും അവർക്കത് എവിടെയെങ്കിലുമൊക്കെ കണക്റ്റ് ആവുന്നുള്ള രീതിയിലുള്ള സിനിമകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ സിനിമ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഇത്. കാര്യം നമ്മുടെ ഒരു നോർമൽ ഒരു മലയാളി ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും അവരുടെ റിലേഷനിലെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും, ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു എന്താണ് ടെമ്പോയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് സനൂപ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. ഈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, കാണുന്നവർക്കൊരു ഭീതി ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇതാണ്, ഞാൻ സിനിമ ഇൻവോൾവ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കുറച്ച് നേരം ഒരു പേടി കാണും. മറ്റേ ഓപ്പറേഷൻ ജാവ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ പേടിയായിരുന്നു, കാരണം ഇവൻ ഇതുവഴി ആരെങ്കിലും സൈബർ അറ്റാക്ക്. അപ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ, കാരണം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിലൂടെ നമ്മൾ അഭിനയിക്കുവാണെങ്കിലും നമ്മൾ ആ ഒരു ജേർണി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, ആ കഥകളിലൂടെ നമ്മൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ത്രില്ലർ ഫാക്ടറിനോട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് ആക്ച്വലി ഞാനും ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. ഇങ്ങനത്തെ സിനിമകൾ മാക്സിമം കാണാതിരിക്കാൻ നോക്കും. പിന്നെ ഗംഭീര സിനിമയാണെന്നൊക്കെ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ ഇരുന്ന് കാണും എന്നുള്ളതാണ്. ഞാനും അതിൻ്റെ കൂടെ എനിക്ക് പേടിയാവും, ഞാൻ കരയും. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ട് കരയാത്ത സിനിമ ഇല്ല. ഏത് സിനിമ കണ്ടാലും ഞാൻ കരഞ്ഞ് തകർന്നു പോകുന്ന ഒരാളാണ്. ചില സിനിമകൾ കണ്ടാൽ ഞാൻ ഒരാഴ്ചയോളം ഡിപ്രഷൻ എന്ന് വാക്ക് പറയാൻ പാടില്ല അതിന്, പക്ഷേ അതെ അങ്ങനെ ഞാൻ ഫീൽ ചെയ്യണ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും. അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഫണ്ണായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്നു, അന്വേഷിക്കുന്നു, എനിക്ക് ത്രില്ലിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. കാണുന്ന സമയത്ത് എനിക്കും ഈ ഫിയർ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇനിയിപ്പം ഈ സിനിമയായാലും കാണുമ്പോൾ എനിക്ക് വീണ്ടും ആ ഫിയർ വരും. എനിക്ക് അറിയുന്ന സിനിമയാണ്, അറിയുന്ന കഥയൊക്കെ ആണെങ്കിലും എനിക്കൊരു ഫിയർ ഉണ്ടാവും. പക്ഷെ അഭിനയിക്കാൻ എനിക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു, ഫണ്ണായിരുന്നു. ഞാനും സെയിം തന്നെയാണ്, ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ഒരാളാണ് ഞാൻ. കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര കരച്ചിൽ കരുതുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞ് ഇതാണോ സഹദേവൻ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. കാര്യം എൻ്റെ വീട്ടിൽ ഞാനും അതെ, വൈഫും അതെ, മോളും അതെ. പക്ഷേ മോൻ അങ്ങനെയല്ല, അവൻ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പക്ഷേ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇപ്പോൾ അടുത്ത് സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഞാനും അനുമോളും ഒക്കെ കൂടി അഭിനയിച്ച് മലയ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് OTT കണ്ടപ്പോൾ OTT ഇരുന്ന് കരഞ്ഞു. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കാം.
അപ്പോൾ ഞാൻ ശരിക്കും കരയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഞാൻ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാജഹാൻ്റെ തുടക്കത്തിൽ കോമഡി ചെയ്തു, പിന്നെ ഒരു സീരിയസ് ബ്രേക്ക്, ആ ഒരു സീരിയസ് ഒരു ഗ്രാഫിലേക്ക് വന്നു. അതായിട്ട് ഇതിലേക്ക് വരുമ്പം ഒരു പോസിറ്റീവ് ഷെയ്ഡുള്ള ഒരു റിട്ടയർ ആയ ഒരു പോലീസുകാരൻ്റെ കഥയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് വിഷമിക്കേണ്ടി വരുന്നത് അയ്യോ പുള്ളിയുടെ നിസ്സഹായ അവസ്ഥയോ അല്ലെങ്കിൽ അയ്യോ പുള്ളി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചവർ എപ്പോഴെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇൻവോൾവ് ആയിട്ട് സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഷാജഹാൻ ചേട്ടൻ എന്തായാലും അവിടെ എവിടെയെങ്കിലും ഒന്ന് പതറിയാൽ ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഇതിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നമ്മൾ ചെയ്യണം എന്ന് തീരുമാനിച്ചത് തന്നെ. കാര്യം എൻ്റെ ചാച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എടാ റിട്ടയറായ പോലീസുകാർക്ക് ഒരു വില ഉണ്ടാവില്ല എന്ന്. പണ്ടങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം അതുവരെ അവരെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് പേര് ഇവരുടെ ചുറ്റിനും ഉണ്ടാവും. അവരെവിടെ ചെന്നാലും വാ സാറേ അല്ലെ ഇരിക്കും സാറേ, ഞങ്ങൾ പറഞ്ഞോ സാറേ, ഞങ്ങളുടെ വണ്ടി എടുക്കും ഓട്ടോ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വിചാരം ഞങ്ങളുടെ സ്വന്തമായിരിക്കും എന്നുള്ളതാണ് ആ ഓട്ടോ. അപ്പായി എന്ന് പറഞ്ഞൊരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. പുള്ളിയുടെ ഓട്ടോയിലായിരിക്കും മിക്കപ്പോഴും നമ്മൾ കയറുന്നത്. ഞാൻ കോട്ടയംകാരനാണ്. അപ്പം കളക്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനും ചാച്ചനും അമ്മച്ചി എൻ്റെ ചേട്ടനോട് ചെന്ന് കഴിഞ്ഞാൽ ഇവരോട് ആരോടും ചോദിക്കുന്നത്, ഞാൻ നേരെ ഈ അപ്പായിച്ചേട്ടൻ്റെ ഓട്ടോയിൽ ചെന്ന് കയറി. എൻ്റെ വിചാരം ഇത് നമ്മുടെ സ്വന്തം ഓട്ടോയാന്നുള്ള കാര്യം. ചാച്ചൻ മിക്കപ്പോഴും അതിലായിരിക്കും വരുന്നത്. ചാച്ചൻ്റെ സുഹൃത്താണ് ഓട്ടോ ഡ്രൈവർ, ചാച്ചൻ്റെ സുഹൃത്താണ്. അപ്പം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇവരുണ്ട്. അപ്പം റിട്ടയർമെൻറ്റിന് ശേഷം ചാച്ചൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, എടാ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പോലീസുകാർക്കൊന്നും ഒരു വില ഉണ്ടാവില്ല. കാര്യം ഇവിടെ ചെന്നാലും നമുക്കൊരു വില ഉണ്ടാവില്ല. പക്ഷേ ചാച്ചൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ അന്നും ഇന്നും ഞാൻ അഹങ്കാരത്തോടെ പറയുന്നത്, ഞാൻ എന്താണ് ഒരു പോലീസുകാരൻ്റെ മകനാണ്, യോനാൻ സാറിൻ്റെ മകനാണെന്ന് പറയുമ്പം ആ സമയത്തുള്ളവർക്ക് ഇപ്പോഴും ചോദിക്കും, യോനാൻ സാറിൻ്റെ മോനാണല്ലേ. ഞാൻ ഈ അടുത്ത് കോട്ടയത്ത് ഒരു ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു കുടുംബ സംഗമത്തിന് പോയി. എല്ലാവരും റിട്ടയർ ചെയ്തവരാണ് പോലീസിൽ നിന്ന്. ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിച്ചു. ഞാനിവിടെ നിന്ന് ഒരുപാട് ഇമോഷണലായിപ്പോയി ഞാൻ. കാര്യം എൻ്റെ ചാച്ചനെയൊക്കെ എനിക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലോട്ട് വന്നു. പക്ഷേ നല്ലത് ചെയ്തവർക്ക് എപ്പോഴും ഒരു വിലയുണ്ട് കേട്ടോ, എപ്പോഴും. അതിപ്പം പോലീസ് നല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ കുറേ ഇമോഷൻസ് ഇതിനകത്തുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ അതുവരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് പോലും നമ്മളൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് എത്തിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സീക്വൻസൊക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഈ കഥാപാത്രത്തിന് വേണ്ടിയുള്ള ഹോംവർക്ക് അപ്പോൾ കുറച്ച് കുറവായിരുന്നല്ലേ? കാരണം കണ്ട് വളർന്നത് ഈ ഒരു ഇതായിരുന്നത് കൊണ്ട് നമുക്ക് ആ മാനറിസം ആണെങ്കിലും അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതെ, എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ഹോംവർക്കിൻ്റെ ആവശ്യം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പരിചയിച്ചിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള മനസ്സിലായി. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു +2 മീൻസ് പ്രീ ഡിഗ്രി സമയം വരെ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരാളാണ്. ഞാൻ കണ്ടു വളർന്നു വന്ന ഒരുപാട് SI-മാർ, CI-മാർ, പോലീസുകാർ, പല സ്വഭാവത്തിലുള്ളവർ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, തല്ലുന്നവർ, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവർ, എൻ്റെ ചാച്ചനെ പോലെ എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ പെരുമാറുന്ന അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ പോലീസുകാരെ എനിക്കറിയാം. അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഭയങ്കര ഇൻറ്റൻസിറ്റി ഉണ്ടാവും. കാരണം നമ്മളെ ഒരു വേറെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ ചോദിക്കുക, അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ മാറ്റം വരുമോ ആളുകളുടെ? ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളോടുള്ള പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, അങ്ങനെ നോക്കുമ്പോൾ അല്ല, ഞാൻ എന്ത് പറഞ്ഞാലാണ് പുറത്തു പോവാതിരിക്കാന്ന് ആലോചിച്ചതാ ക്യാരക്ടറിനെ പറ്റി. അല്ല, ഞാൻ അതിന് ഉത്തരം കുറച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ അനുവിൻ്റെ ക്യാരക്ടർ, അനുവിന് ഇതിനകത്തോട്ട് വരാൻ തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അനു ഇത് ചെയ്യുമോ എന്നുള്ളത്. കാരണം അനു നമുക്ക് വളരെ എല്ലാവർക്കും എനിക്കൊന്ന് സിനിമയാത്ത അടുത്ത് നിന്ന് കാണുന്നവർക്കൊക്കെ അറിയാം, അനു ഭയങ്കര ചൂസ് ചെയ്യാണ്, വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഡയറക്ടറിനോട് ചോദിച്ചിരുന്നു, അനു അല്ലെങ്കിൽ പിന്നെ വേറെ ആര് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല കേട്ടോ, അത് അനു തന്നെ ചെയ്യണം. ഇത് ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഒരാളെ നമുക്ക് വെക്കും. ഇപ്പോൾ അനു നോയാണ് പറയുന്നതെങ്കിൽ നമുക്ക് 2 മാസം കഴിഞ്ഞ് തുടങ്ങണ്ട. അല്ല കേട്ടോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് അനു തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഇന്ന് പറ എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് വിളിക്കുമ്പോൾ അനു വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഒരു സമയത്ത് വിളിക്കും ബോംബെ, ഒരു സമയത്ത് വിളിക്കും ചെന്നൈ, എവിടേക്കോ ചെന്നിട്ട് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഥ പറഞ്ഞു. അനു അത് ഓക്കെ പറഞ്ഞു. അത് ആ സ്ക്രിപ്റ്റിൻ്റെ വലുപ്പം തന്നെയാണ്. ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഇന്നതേ ചെയ്യാവുള്ളൂ, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹം വെച്ചിട്ടുള്ള കുറച്ച് അതിർവരമ്പുകളുണ്ട്. അതിലൊന്നും പെടാത്ത ഒരു ക്യാരക്ടറാണ്, വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവം നമ്മുടെ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ്.
മനസ്സിലായില്ല. അങ്ങോട്ടേക്ക് ഈ രാമേന്ദ്രൻ എത്തിപ്പെടുന്നതൊക്കെയാണ് ഒരു സിനിമയുടെ വലിയ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞ അഭിപ്രായം എനിക്കും പറയാനുള്ളൂ. അതിനുമല്ലാതെ നമുക്ക് വേറൊരാളെ ആ ഭാഗത്തോട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നൊരു അവാർഡ് കിട്ടിയ ഫീൽ. അതെ 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 അതെ. ഇനിയിപ്പോൾ പറ, ഉത്തരം പറ. അല്ല, ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഉത്തരല്ലേ? ചേട്ടൻ്റെ വാക്കിലാക്കി പറഞ്ഞതല്ലേ. ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്, സൊസൈറ്റി അവരെങ്ങനെ കാണുന്നു എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ കൂടുതൽ എനിക്ക് ഈ ക്യാരക്ടറിനെ പറ്റി ഇപ്പം ഞാൻ രാവിലെ തന്നെ ഓൾറെഡി വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാവരും എന്നെ ഭീഷണിപ്പെടുത്തി, അത് പറയരുത്, അത് പറയണ്ട. അപ്പം അത് കാരണേ ഒന്നാമത് അറിയാലോ, ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഏത് ക്യാരക്ടറാണെങ്കിലും അവരവർക്ക് ഓരോ പാർട്ട് ഉണ്ടാവും. ചിലപ്പോൾ വിക്ടിം ആയിരിക്കും, ചിലപ്പോൾ വിറ്റ്നസ് ആയിരിക്കും. അപ്പം ഇതിൽ ഏത് കഥ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കണക്ഷൻ അന്വേഷിക്കുന്ന ആൾക്ക് എളുപ്പമാണ്. ഞാൻ അന്വേഷിച്ചു, അങ്ങനെ പോയി, ഇങ്ങനെ പോയി എന്ന് പറയാം. ബാക്കി വിറ്റ്നസ്സോ വിക്ടിമോ അതിൽ ബാക്കിയുള്ള ഇടപെട്ടിട്ടുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓഡിയൻസിനുള്ള ആ ഒരു കഥയായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുമോ, അവർ എക്സ്പെക്റ്റഡ് ആയിട്ട് കാണും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സിനിമയിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ട്രെയിലർ വരുമ്പോൾ തന്നെ ഇതൊക്കെ റിവീൽ ആവും. എന്നാലും നമ്മളായിട്ട് ഇപ്പോഴേ നമ്മൾ ജനങ്ങളോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ക്യാരക്ടർ എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും അത് വരുമ്പോൾ അതറിയുന്നതാണല്ലോ, ട്രെയിലർ റിലീസായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ക്യാരക്ടറിനെ പറ്റി എനിക്കൊന്നും അധികം പറയാൻ പറ്റാത്തത്. അത് ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്കൊരു ഡിഫറൻസ് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്തത്. ഈ ക്യാരക്ടറും ഈ കഥയുടെ ഒരു രീതിയും അതിൻ്റെ ഒരു അന്വേഷണ രീതിയും. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ്, അത് ഇത്, അടി ബഹളം, അങ്ങനെയൊന്നും അല്ലാതെ ഒരു മൈൻഡ് ഗെയിമിൽ ഒരു അങ്ങനെ അന്വേഷിക്കുന്ന ഒരു, അപ്പം അതിലൊരു നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ഇടിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ലേ തിയേറ്ററിൽ, അപ്പം അതില്ല. അപ്പം അങ്ങനത്തെ ഒരു സാധനം എനിക്ക്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കിഷ്ടമായി. ഡയറക്ടറും അല്ലെങ്കിൽ ആ ഒരു ടീമും വന്ന് കഥ പറയുമ്പോൾ അവർക്ക് ഈ സിനിമയോടുള്ള ഒരു ജെന്യുവിനിറ്റിയും ആ ഒരു പാഷനും പ്രത്യേകിച്ച് ഈ സിനിമയിൽ അവർക്കുള്ള ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസും ഒക്കെ തന്നെയാണ് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്, ഈ ക്യാരക്ടറിലേക്ക്. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഞാൻ റീസെൻ്റ്ലി ആട്ടം കണ്ടിരുന്നു. അപ്പോൾ അതിൽ ചേട്ടൻ്റെ നെഗറ്റീവ് ഷെയ്ഡാണ് തുടക്കത്തിലൊക്കെ. പക്ഷെ ആ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നായകനാവാനുള്ള ആഗ്രഹമല്ലേ, അവിടെ വന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് കൊണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, ഇത്രയും നേരം ഫുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിന്ന ആളാണ്, നടനാണ്, ആ സ്റ്റാർഡം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ, ഡ്രാമ ട്രൂപ്പിനോട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ശരിക്കും ഒരു ഇതായി. ആ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ മെയ്ഡ്, ഭയങ്കര നല്ലൊരു ക്രാഫ്റ്റ്. കാരണം ഡയലോഗ്സിൽ കൂടെ മാത്രമാണ് കഥകൾ പറഞ്ഞു പോയിരിക്കുന്നത്. അതിനോടുള്ള പ്രേക്ഷകരുടെ അപ്രോച്ചിനെ എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ നല്ല സിനിമ കൊടുത്താൽ മലയാളികൾ എന്നും അത് സ്വീകരിക്കും എന്നുള്ളതിന് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നൊരു തെളിവാണ് ആട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അതിന് പ്രത്യേകം സന്തോഷം എന്ന് പറഞ്ഞാൽ 2024 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു കാലമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ ആട്ടം എന്ന സിനിമയിലൂടെ പറ്റി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. ആനന്ദ് അഗർഷി, അതുപോലെ ഡോക്ടർ അജിത് ജോയി, അപ്പോൾ അവരോടെല്ലാം പ്രത്യേകം നന്ദിയുണ്ട്. വിനയ് ഫോർട്ട്. വളരെ ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു തോട്ടാണത്. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അത് എല്ലാ കൈയടികളും തീർച്ചയായിട്ടും ആനന്ദ് അഗർഷി എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും ആനന്ദിനുള്ളതാണ്. എന്താണ് നമുക്കത് ഇപ്പോഴും ഇന്നലെയും കുറേ സിനിമാ സുഹൃത്തുക്കൾ കണ്ടപ്പം ആട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭയങ്കര സർപ്രൈസാണ് ആ സിനിമ ശരിക്കും. അതെ, കാരണം ഞാൻ ഭയങ്കര കുറവ് എക്സ്പെക്ടേഷനിൽ എല്ലാവരുടെയും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കണ്ട സിനിമയാണ്. അതെല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നല്ലതാണെന്ന്. അപ്പോൾ ആ ഡ്രാമ ആർട്ടിസ്റ്റുകൾ സ്ക്രീനിലേക്ക് വന്ന് ഡയലോഗ്സിൽ കൂടെ മാത്രം ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അത് ഭയങ്കര നല്ല. ഇന്നലെ ഈയിടെ വിനയ് ചേട്ടനെ കണ്ടപ്പോഴും പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്. സെയിം ആനന്ദിൻ്റെ അടുത്ത പരിപാടികളൊക്കെ ഗംഭീര പരിപാടികളൊക്കെയാണ്. അതേ ആനന്ദ് മാത്രമല്ല, ഒരുപാട് പുതിയ ആളുകൾ ഞെട്ടിപ്പോകുന്ന സിനിമകളുമായിട്ട് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതെല്ലാം ഗംഭീരമായിട്ട് വന്ന് മലയാള സിനിമ വീണ്ടും വീണ്ടും ഗംഭീരമാവട്ടെ. പല തലത്തിൽ പല രീതിയിലൂടെയാണ്. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ട് വളർന്ന സിനിമകളിൽ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആരാധനയാണ്. അപ്പം ചേട്ടൻ ഇനിയും നെക്സ്റ്റ് വരുന്ന ഇയേഴ്സിൽ കയറാൻ പോകുന്നത് സൂപ്പർ സീനിയർ ആക്ടർ എന്നുള്ളൊരു തലത്തിലേക്കാണ് ഇനി വരുന്ന വർഷങ്ങൾ. ആണോ? അങ്ങനെ കണ്ട് വളർന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ പ്രായമായെന്നൊക്കെ പറഞ്ഞു വരികയാണ്. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു സെന്റൻസ് കേൾക്കാൻ സുഖമുള്ളതുകൊണ്ട് ഓക്കെ. എന്താ പ്രായ വ്യത്യാസം ഇല്ലാന്ന് പറഞ്ഞോ? അപ്പൊ ഓക്കെ. പക്ഷെ നമ്മള് ഒരുമിച്ച് വളർന്നു. ഓക്കെ. അല്ല, ഓർമ്മ വെച്ച കാലം നല്ല സിനിമകൾ കാണുമ്പോ അല്ലേ? അതെ. കാരണം ജനിച്ച ഉടനെ സിനിമ കാണത്തില്ലല്ലോ. അപ്പോ
എന്താ പറഞ്ഞു വന്നത് അപ്പോൾ സീനിയേഴ്സിൻ്റെ ഒരു സൂപ്പർ സീനിയർ ആക്ടർ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇനിയും വരുന്ന തലമുറകൾ നോക്കിക്കാണുന്ന ഒരു ആക്ടറായിട്ട് ഉള്ള ഒരു ഫേസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പം ചേട്ടൻ ആസ് എൻ ആക്ടർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല, എനിക്കിനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ടായിരിക്കും അത്. ഒരു സമയത്ത് എന്താണ് 18 സിനിമകൾ വരെ ഒരു വർഷം ചെയ്തൊരു ടൈമുണ്ട് ഞാൻ. അപ്പം അതിനുശേഷം സിനിമകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ദൃശ്യം കൂടെ കഴിഞ്ഞപ്പം എന്താണ് നമ്മളെ വിളിക്കുന്നത് തന്നെ എന്തെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിക്കുക. നമ്മുടെ അടുത്ത സുഹൃത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സിനിമ കൊണ്ട് നമ്മളെ വിളിച്ചില്ല, അല്ലേ ഷാജുൻ ഇനി അത് അങ്ങനത്തെ ചെയ്യണ്ട, കുറച്ച് നല്ല ക്യാരക്ടർ ഒരുമിച്ച് ചെയ്താൽ അങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി വരുമ്പോഴൊന്നും ഞാൻ അതിനെക്കുറിച്ച് ബോധേഡല്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ ബോധേഡല്ല കേട്ടോ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു മാസം ഒരു സിനിമ ഇല്ലാന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് സിനിമ ഇല്ലല്ലോ, ഞാനിനി എന്നാ ചെയ്യും, എൻ്റെ ദൈവമേ ഞാനിനി എങ്ങനെ ജീവിക്കും, അങ്ങനത്തെ ഒരു ടെൻഷനും എനിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം എന്നിലേക്ക് വന്നിട്ടുള്ള ജോലികളെല്ലാം 100% ആത്മാർത്ഥത്തോടുകൂടി ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരാൾക്ക് ഇതുവരെ പാര വെച്ചിട്ടില്ല, മറ്റൊരാളുടെ വേഷം ഞാൻ തട്ടിപ്പറിച്ചിട്ടില്ല, ഒരാളെക്കുറിച്ചൊരു കുശുമ്പ് പറയുകയോ ഒരു കുറവ് പറയുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക അങ്ങനെയുള്ളൊന്നുമില്ല. പിന്നെ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തമാശനിടാ അവനത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും എന്നുള്ളതല്ലാതെ ഒരാളെ മനഃപൂർവ്വം അയാളെ എന്താണ് ഒരു കരിവാരത്തേക്കാൻ അദ്ദേഹത്തിനൊന്ന് കുറച്ച് കാണാനായിട്ടോ ഞാനായിട്ട് ഒരിക്കലും ഒരു കാരണം ഞാനായിട്ടില്ല. എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിയോട് ഞാൻ 100% ഞാൻ പ്രൊഫഷണലാണ്. നമ്മളൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് എത്തുക, ആ സമയത്തിനുള്ളിൽ ജോലി തീർത്ത് പോവുക. അല്ലാതെ ഞാൻ കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രൊഡ്യൂസറിനൊരു സമയം നഷ്ടമോ പൈസ നഷ്ടമോ ഒരു ഡയറക്ടറിനൊരു ബുദ്ധിമുട്ടൊന്നും ഞാൻ മനഃപൂർവ്വം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായി വരാൻ വൈകി അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതല്ല ഞാൻ അവരെത്തിയോ നോക്ക്, അവരെപ്പോൾ എത്തി 9 മണി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ആരെയും ദ്രോഹിക്കാനോ അങ്ങനെ ഒന്നും ഞാനിതുവരെ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ജോലിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് തന്നെ ആ ജോലി എനിക്ക് ജീവിക്കാനുള്ളത് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ബോധേഡ് കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സമയത്ത് സിനിമ ഞാൻ അറിയാതെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താണോ ഞാൻ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ എന്താണോ, സന്തോഷം എന്താണോ, പൊസിഷൻ എന്താണോ, ഇതെല്ലാം എനിക്ക് സിനിമ തന്നതാണ് തീർച്ചയായിട്ടും 100%. പക്ഷെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു അപ്രോച്ച് ഞാൻ സിനിമയോട് തിരിച്ച് കാണിച്ചിട്ടില്ല കുറച്ച് നാൾ മുൻപ് വരെ. കാരണം നമ്മൾ വിചാരിക്കാതെ നമ്മളിലേക്ക് കുറേ സിനിമകൾ വരുന്നു, മനസ്സിലായില്ലേ, നമ്മൾ വിചാരിക്കാത്ത ആളുകൾ നമ്മളെ വിളിച്ച് നമുക്ക് വേഷങ്ങൾ തരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതാണ് സിനിമ, ഇനി എങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ, ഇനിയിപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, അങ്ങനെ വിചാരിച്ചിരുന്ന സമയമുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ചിരുന്നതല്ല സിനിമ. ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് മാത്രമല്ല സിനിമ, ഇതല്ല നമ്മുടെ ഒരവസ്ഥ. ഇനി നമ്മളായിട്ടുണ്ടാക്കിയെടുക്കേണ്ട, നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഞാൻ ആ ഒരു പീരീഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് എനിക്കിപ്പം മറ്റൊരു ഡയറക്ടറിൻ്റെയോ മറ്റൊരു റൈറ്ററിൻ്റെയോ മറ്റൊരു ആക്ടറിൻ്റെയോ ഒന്നും കഴിവായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ രണ്ട് പേരാണ്. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സക്സസ് ആയിരിക്കാം, എനിക്ക് ആ ഒരു സക്സസ്സിലോട്ട് ചിലപ്പോൾ എത്താൻ പറ്റുന്ന വരില്ല. പക്ഷേ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആക്ടറായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു റൈറ്ററായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, ഇനി അടുത്തതിൻ്റെ ഡയറക്ഷൻ പ്രോജക്റ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ 100% ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, റിസൾട്ട് നമ്മൾ ദൈവം തരുന്നതാണ്, നമ്മൾ അതിനുവേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു പീരീഡിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിനി ഒരുപാട് സിനിമകൾ ചെയ്യണം, ഒരു ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടും ഒരു പ്രൊഡ്യൂസറായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട്. അതൊരു അടിപൊളി ഫേസ് ആണ് ടു ബി ഇൻ ആസ് എൻ ആക്ടർ അല്ലേ. ഇപ്പോൾ ചേച്ചിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാവരും പറയും ചൂസിയാണ്, സെലക്റ്റീവാണ്, ഇങ്ങനെ ഇൻറ്റൻസിറ്റി ഉള്ള, ഇപ്പം ഞാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇൻറ്റൻസിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മലയാള സിനിമ മാറി വന്നിരിക്കുന്നു, OTT വന്നതുകൊണ്ട് ആളുകളുടെ എക്സ്പോഷർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള സ്വീകാര്യത കൂടി പഴയതിലും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അപ്രോച്ച്? ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയ്ക്കകത്ത് വന്നിട്ട് സിനിമയെ മനസ്സിലാക്കിയ ഒരാളും സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരാളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമെങ്കിൽ കൂടിയും ഞാനിതിനൊരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ മീഡിയം ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കുറേ ലോകം കണ്ടതും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതും കുറേ ജീവിതം മനസ്സിലാക്കിയതും ഒക്കെ സിനിമയും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടാണ്. അപ്പം അതേമാതിരി ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പം ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്തായാലും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ആളുകൾക്കൊരു പുതിയ ലോകമാവട്ടെ, അവർക്കൊരു പുതിയ സ്വപ്നങ്ങളാവട്ടെ, അവർക്ക് അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവണം എന്നാണ് എപ്പോഴും നോക്കാറ്. അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രമാണെങ്കിലും
സ്ത്രീകൾക്കൊരു അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നാമതൊരു റെസ്പെക്റ്റും വാല്യൂമുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ നോക്കുക. പ്ലസ് അവിടെ പുറമേയുള്ള എല്ലാ സ്ത്രീകൾക്കും അത് കണ്ടു കഴിയുമ്പം അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അവർക്കത് ഏതെങ്കിലും രീതിയിൽ ഒരു കാഴ്ച കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അതിപ്പം OTT ചെയ്യുകയാണെങ്കിലും സിനിമ ചെയ്യുകയാണെങ്കിലും ഞാൻ യൂട്യൂബ് വ്ളോഗ്സ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഞാൻ അതുതന്നെയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ചിന്ത. അപ്പം അങ്ങനെ തന്നെ ഇനിയും ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. അപ്പം CID രാമചന്ദ്രൻ റിട്ടയർഡ് SI തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങളുടെ സിനിമ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI തിയേറ്ററിൽ വരികയാണ്. തിയേറ്ററിൽ വന്ന് ഞങ്ങളുടെ സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ അത് ഇപ്പോൾ നമ്മൾ ആട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും പറയുക, ഷെയർ ചെയ്യുക, സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ പറയുന്നത് പോലെ ഒരുപാട് നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇനിയും നമ്മളെ ഞെട്ടിക്കാനുള്ള സിനിമകൾ വരാൻ വേണ്ടിയിരിക്കുന്നു. നമുക്കിടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും രാജുവിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഫഹദിൻ്റെ എല്ലാം നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ടൊവി എല്ലാവരും ഗംഭീര പ്രോജക്റ്റുകളുമായിട്ടാണ് നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി. ചാക്കോച്ചനാണെങ്കിലും ഒക്കെ ജയസൂര്യയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഒരു സിനിമയാണിത്. ഇതിനൊക്കെ മേളിൽ പോകുന്ന നിങ്ങളെ ഗംഭീരമായിട്ട് ഞെട്ടിക്കാൻ പോകുന്നൊരു സിനിമയാണെന്നുള്ള വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സിനിമയ്ക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയായിരിക്കും CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. കാര്യം മാറുന്ന മലയാള സിനിമയ്ക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ശ്രമമായിരിക്കും CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.